നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. മുൻ സംസ്ഥാന കേന്ദ്രമന്ത്രിയായ ആയിരുന്ന ശ്രീ KV തോമസ് മാഷിൻ്റെ പ്രിയപത്നി അന്തരിച്ചു. ആ മഹതിയുടെ ആത്മാവ് നിത്യശാന്തി നേർന്നുകൊണ്ടും ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തുടങ്ങാം. ആദ്യമായിട്ട് പറയാനുള്ളത്, ബംഗ്ലാദേശിലെ ആ അനിഷ്ട സംഭവങ്ങളിൽ അവിടെയും ഒരു ന്യൂനപക്ഷമുണ്ട്. അത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ക്രിസ്ത്യാനിയാണെങ്കിൽ അവിടെ ഹിന്ദുക്കളെ ന്യൂനപക്ഷം. ആദ്യമായിട്ട് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ വിപ്ലവം നയിക്കുന്ന അല്ലെങ്കിൽ വിപ്ലവത്തിന് അവരുടെ നേതാക്കളോടും അവിടുത്തെ പട്ടാള മേധാവികളോടും വിശിഷ്യ മുസ്ലിം സമുദായ പണ്ഡിതന്മാരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ന്യൂനപക്ഷ സമുദായമായ ഹിന്ദു സഹോദരങ്ങളുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ആരാധനാലയങ്ങൾക്കും സംരക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല, അത് കൊടുക്കുന്നുണ്ടെന്ന് പൂർണ്ണമായ ഉറപ്പ് വരുത്തുകയെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. അത് സന്തോഷമായിട്ട് കാര്യം കേൾക്കുന്നത് അവിടുത്തെ മുസ്ലിം പള്ളികളിൽ നിന്നും ബംഗ്ലാ ഭാഷയിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയോ അവരെ ആരാധനാലയങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, അതിന് ഭൂരിപക്ഷ സമുദായത്തിലെ നേതാക്കളും അണികളും സംരക്ഷണം കൊടുത്തേ തീരൂ എന്നുള്ള അറിയിപ്പ് മിനിറ്റുകൾ ഇടപെട്ട് വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. ഞങ്ങൾ കൊച്ചു സംഘടനയാണ്, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് കൊച്ചു സംഘടനയാണ്. പക്ഷേ മൈനോറിറ്റി എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു അഹങ്കാരമായി തോന്നിയേക്കാമെങ്കിലും ഇൻ്റർനാഷണൽ മൈനോറിറ്റി അസോസിയേഷൻ IMA എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എന്തുമാത്രം വിജയിക്കുന്ന അറിയില്ല. ഏതായാലും മൈനോറിറ്റി എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇന്ത്യയിലെ മൈനോറിറ്റി മാത്രമല്ല, ലോകത്തിലെ സർവ്വ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആദ്യം അവസാനമായിട്ടും എടുത്തു പറയുകയാണ്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കാൻ ബാധ്യത സർക്കാർ മാത്രമല്ല അവിടുത്തെ ഭൂരിപക്ഷ സമുദായ നേതാക്കൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അതായത് നിലാവില്ലെന്ന് കരുതി നേരം വെളുപ്പിലും കക്കരുത് പഴഞ്ചൊല്ലുണ്ട്. ഈ നിലാവില്ലെന്ന് കരുതി വെളുപ്പിലും കക്കരുത് ഫ്രേസ്. അതുപോലെയാണ് ഹസീനക്ക് വേണ്ടത്ര സമയവും സന്ദർഭവും അവിടെ ബംഗ്ലാദേശിൽ കിട്ടിയിരുന്നു. പക്ഷെ അത് മിസ്യൂസ് ചെയ്തു. ഞാൻ ഇന്ത്യയിലെയും കേരളത്തിലെയും ലോക രാഷ്ട്രീയ നേതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ അതിൻ്റേതായ വരുമാന സ്രോതസ് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ വന്നു തരും. അത് കൂടാതെ അഴിമതി നടത്തും ഏകാധിപതിയായി വാണരളിട്ട് എന്ത് കാര്യം? ഇപ്പോൾ നാട് വിട്ട് പോകേണ്ടി വന്നു മാത്രമല്ല, ഒരു രാജ്യം ഇപ്പോഴത്തെ കണ്ടീഷൻ ഞങ്ങൾ എടുക്കില്ലെന്നേ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധം ഉണ്ടാക്കും. ബംഗ്ലാദേശിലെ ജനങ്ങൾ പിന്നെ എതിർത്തപ്പോഴാണല്ലോ പട്ടാള വ്യവസായമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് കടന്നത്. അതിനിപ്പോൾ എല്ലാം ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ജനങ്ങളെല്ലാവരും ഒരുപോലെ കണ്ടിരുന്നെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാമല്ലേ? ഇത് ഇന്ത്യക്കും ഇന്ത്യയിലെ നേതാക്കളും മോഡിജിക്കും പിന്നെ അമിത്ഷാജിക്കൊക്കെ ബാധകമാണ്. അങ്ങനെ ശ്രമിച്ച രാഹുൽ ഗാന്ധിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. കാരണം ലോകത്തെ 2 ശക്തിയാണുള്ളത്. ഒന്ന് ഈശ്വരശക്തി, ദൈവശക്തി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശക്തി. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. മറ്റത് ജനശക്തിയാണ്. ജനശക്തിയുടെ മുൻപിലാണ് കോടതിയും പട്ടാളവും രാഷ്ട്രീയക്കാരും എല്ലാം വീണ് പോകുന്നത്, മുട്ടുമടക്കുന്നത്. കാരണം അതൊരു മഹാശക്തിയാണ്. അപ്പം ആ ശക്തി നിങ്ങൾ ചോദ്യം ചെയ്ത്, അത് ഇന്ത്യയിലായാലും കേരളത്തിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും എനിവേർ ഇൻ ദ വേൾഡ്. മറ്റൊരു കാര്യം, ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞാൽ നോബൽ സമ്മാൻ ജേതാവാണ്. അദ്ദേഹം കുഴപ്പമില്ല. അദ്ദേഹമാണ് ഈ സ്ത്രീ ശാക്തീകരണത്തിലൊക്കെ വലിയ വലിയ ഇതൊക്കെ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു ഗവൺമെൻറ് വരാൻ പോകുന്നത് കേൾക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അപകടം കാണുന്നതറിയോ? ആദ്യം അവർ അവാമി ലീഗിനെ ക്ഷണിച്ചിട്ടില്ല.
അപ്പോൾ അവരെ പുറത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ സർവകക്ഷി യോഗം വിളിച്ചാൽ എങ്ങനെ സർവകക്ഷിയാകും? തന്നെയല്ല, അപ്പോൾ എങ്ങനെയത് ഷെയ്ഖ് ഹസീന ഇതുപോലെ ആയി പോവില്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അവർ പറയുന്ന പോയിന്റ്, അങ്ങനെ അവാമി ലീഗിനെ വിളിച്ചാൽ നേതാക്കളെ യോഗത്തിൽ ആക്രമിക്കും അല്ലെങ്കിൽ കൊല്ലും എന്നൊക്കെ. അത് എങ്ങനെയാടോ? നിങ്ങൾ ക്ഷണിച്ചൊരു മാത്രമല്ലേ അകത്ത് വരുള്ളൂ. നിങ്ങൾ ക്ഷണിക്കാതാരെങ്കിലും തോന്നിറക്കലും വന്ന് കയറാൻ പറ്റിയ പൊതുസമ്മേളനമാണ് നടത്തത്. വിഡ്ഢിത്തരം പറയുന്നതിനും അറിവില്ലായ്മ പറയുന്നതിനും കാരണം ഒരു ലിമിറ്റ് വേണ്ടേ? നിങ്ങൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെയല്ലേ വിളിക്കുന്നത്, അല്ലാതെ അവർ പബ്ലിക് ഒന്ന് കയറാൻ പറ്റുമോ? സർവകക്ഷി യോഗം കേരളത്തിൽ നടത്തിയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടത്തിയാൽ എന്താ ചെയ്യുക? ഗവൺമെന്റിന്റെ ലിസ്റ്റ് അനുസരിച്ച് അംഗീകാരമുള്ള നേതാക്കളെ മാത്രമേ വിളിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു അവാമി ലീഗിന്റെ കൂടെ നേതാക്കൾ വിളിച്ചാലല്ലേ എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുള്ളൂ. പരിഹാരം കാണുമ്പോൾ അത് ശാശ്വതമാകുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ചാനലുകാർ വിളിക്കുന്നുണ്ട്. ആ ചാനലുകാർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവർ BJP നേതാക്കളെ അല്ലെങ്കിൽ BJP അനുഭാവികളായ നിരീക്ഷകരെ വിളിക്കുന്നുണ്ട്. ഏതാ അവരും കൂടെ അഭിപ്രായം കേട്ടാലേ പബ്ലിക്കിന് മനസ്സിലാവുള്ളൂ. അല്ല BJP മാറ്റി നിർത്തുന്ന ബാക്കി എല്ലാവരും വിളിച്ചൊരു ചർച്ച നടത്തിയാൽ അത് എന്ത് ഡിബേറ്റാണത്? അത് മറച്ചു. അതൊരു ജനമായാലും മറ്റേ റിപ്പോർട്ടറൊക്കെ ആയാലും എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികൾ വിളിക്കുന്നത്. അത് ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഈ BJPക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടി വാദിക്കാൻ വരുന്ന ആൾക്കാർ നിങ്ങൾ വലത് നിരീക്ഷകർ എന്നുള്ള മണ്ടത്തരം പറയരുത്. ഒന്നുകിൽ നിങ്ങൾക്ക് വാക്കുകളുടെ അർത്ഥം അറിയില്ല. ഞാൻ പണ്ട് പറയാറുണ്ട്, അക്ഷരങ്ങൾ ചെയ്താൽ വാക്കുകളാവും, വാക്കുകൾ ചെയ്താൽ വാചകമാവും. അക്ഷരത്തിന് അർത്ഥമില്ല, വാക്കിന് അർത്ഥമുണ്ട്, വാചകത്തിന് ആശയമുണ്ട്. അപ്പം നിങ്ങൾ ഈ വലതുപക്ഷ നിരീക്ഷകർ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇടതുപക്ഷം അറിയോ? വലതുപക്ഷ നിരീക്ഷകർ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, മാധ്യമ ചാനൽ മാത്രം പല ചാനലും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അഭ്യാസം ഒന്നും കാണിച്ച് പബ്ലിക്കിനെ മണ്ടനാക്കരുത്. നിങ്ങളിപ്പോൾ സംഘപരിവാർ പ്രതിനിധി അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല പ്രതിനിധി, അനുഭാവമുള്ള പ്രതിനിധി അത് പറഞ്ഞാൽ മതി. സംഘപരിവാർ അനുഭാവമുള്ള പ്രതിനിധി എന്ന് പറയാവുള്ളൂ. റിപ്പോർട്ടർ ചാനലോടും മാധ്യമത്തിനോടും മീഡിയ വണ്ണൊക്കെ പറയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. കാര്യങ്ങൾ പറയണം, ജനങ്ങൾ പൊട്ടനാക്കരുത്, എന്തുമാകട്ടെ. അപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായി എന്ന് പറഞ്ഞത്, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അയൽവക്കക്കാരെ എല്ലാം നമ്മൾ വെറുപ്പിച്ചു. ഒരു കാലം മറ്റു കാലമുണ്ട്, ഒന്നും വെറുപ്പിച്ചില്ല എന്നൊക്കെ സംഘപരിവാർ അനുഭാവമുള്ള ചർച്ചയിൽ വരുന്ന വിദഗ്ധന്മാർ പറയാറുണ്ട്. പക്ഷേ എവിടെ പറയുന്നത്? ഇതിനൊരു സിലോൺ മുതൽ ഇങ്ങോട്ട് പോകുന്ന എല്ലാം ചൈന കയ്യിലടിക്കുന്നേ. നമ്മളിത് കാണാതെ പോകുന്നത്. അതൊക്കെ നമുക്ക് കിട്ടിയ ചാൻസ് ഇല്ലേ? നമ്മുടെ എല്ലാതും ആ അയൽപക്ക രാജ്യങ്ങളെല്ലാം, ചൈന പോലും ചൈന ബായി എന്ന് പറഞ്ഞത് അതല്ലേ. നമ്മളെവരെല്ലാം എങ്ങനെ വെറുപ്പിച്ചു? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ അവസ്ഥ ബംഗ്ലാദേശിൽ വന്നെങ്കിൽ നാളെ ഇന്ത്യയിലും വരുമെന്ന് ഇന്നിപ്പോൾ സൽമാൻ ഖുർഷിദ് പറഞ്ഞു, കോൺഗ്രസ് നേതാവ്. സൽമാൻ ഖുർഷിദ് മാത്രമല്ല, ഈ പാവമായ ഞാനും ഒക്കെ പറയുന്നതിനാണ്. അതാ ഞാൻ പറഞ്ഞത്, നിലാവില്ലെന്ന് കരുതി വെളുക്കോളും കക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് വിഡ്ഢിത്തരോ മണ്ടത്തരോ കാണിക്കരുത്. ഉദാഹരണം പറഞ്ഞാൽ, ഒളിമ്പിക് മത്സരത്തിൽ നിന്ന് ആ ഗുസ്തി തയ്യാറുള്ള ആ സ്ത്രീ അത് വന്ന് ഒരു വേൾഡ് കപ്പിന് കിട്ടേണ്ടതായിരുന്നു. അതിൽ 100 ഗ്രാം ഭാരം കൂടി എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കിയത് മാത്രമല്ല, സെക്കൻഡ് ചാൻസായ വെള്ളി മെഡലും അർഹതയിലാക്കി. അതിനെക്കുറിച്ച് സംസാരിക്കും BJP അനുഭാവികളെ, ചില നേതാക്കളുടെ MP-മാരുടെയും സ്ത്രീ MP-മാരുടെ ഒക്കെ ചിരിയും ആഘോഷം കാണുമല്ലോ. എന്തോ നേടിയതുപോലെയാണ്. എന്താടോ മനുഷ്യ കോമരങ്ങളെ. ഇന്ത്യ മഹാരാജ്യം ലോകത്ത് അറിയപ്പെടുന്നതിൽ എന്താ സങ്കടം? അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രാധാന്യമായി നമുക്ക് ഇന്ത്യക്കാണ്. അത് ചെയ്തോ? അത് തന്നെയല്ല, എല്ലുരോഗ വിദഗ്ധനാണ്, ന്യൂട്രീഷൻസിൽ പോഷകാഹാര വിദഗ്ധയായ ഡോക്ടർക്ക് കൊടുക്കുന്ന പകരം വലിയ എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടറെയാണ് ഈ സ്ത്രീയാണെൻ്റെ ഓർമ്മ കേട്ടോ, ഈ വനിതാ കേസിൽ ഇവർക്ക് കൂട്ടുകുറ്റങ്ങൾ. അപ്പം അതിൻ്റെക്കുള്ളിൽ ഒത്തുകളിയുണ്ടെന്ന് മാത്രമല്ല, നീചവും നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരുണവുമായ ഒരു പാർഷ്വാലിറ്റി ഭരിക്കുന്ന ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ട്. അത് മണ്ടത്തരം മാത്രമല്ല, കുറ്റം കൂടിയാണ്. അത് പിണറായി സഖാവ് ചെയ്താലും മോഡിജി ചെയ്താലും രാഹുൽജി ആര് ചെയ്താലും കണക്കാണ്. നമുക്കങ്ങനെ പ്രത്യേക നിഷ്പക്ഷമാണ്. ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല, ഇപ്പം നിഷ്പക്ഷം തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്യരുത്. തന്നെയല്ല, ഇനിയിപ്പോൾ ലോകത്ത് മനസ്സമാധാനം ഇല്ലാതെയായിട്ട് വർഷങ്ങളായി. ഇപ്പം പ്രത്യേകിച്ചും ഇപ്പം ഹിരോഷിമ ദിനമാണെന്ന്. 2024 ആഗസ്റ്റ് മാസം 7-ാം തീയതി ഹിരോഷിമ ദിനമാണ്.
മുല്ലപ്പെരിയാർ ഇഷ്യൂ ഞങ്ങൾ എത്രയോ വർഷമായി ഇതേക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് അതൊന്നും അന്ന് ആരും മനസ്സിലില്ല. ഇപ്പം എല്ലാവരും പാർലമെൻറ്റ് ചർച്ച ഉന്നയിക്കുന്നു, മറ്റു ചർച്ച ഉന്നയിക്കുന്നു. ഇതൊക്കെ എത്ര കാലം ഈ പൊതുമഴ കഴിഞ്ഞ് വരും, മഴ കഴിഞ്ഞാൽ അത് തീർന്നു. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വലിയ പ്രയാസമാണ്, കണ്ടെത്തിയൂ. തന്നെയല്ല, ഹിരോഷിമയിൽ അമേരിക്കയിട്ട ബോംബിനേക്കാൾ എത്രയോ ഇരട്ടി പ്രഹരശേഷി ആയിരിക്കും മുല്ലപ്പെരിയാറിന് സംഭവിച്ചാൽ എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഇത്രയൊക്കെ വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടും എന്തേ നമ്മുടെ ഗവൺമെൻറ്റുകൾ, ഇന്ത്യ ഗവൺമെൻറ് മാത്രമല്ല കേരള സംസ്ഥാന ഗവൺമെൻറ്, നിങ്ങൾക്കെല്ലാം കേരളത്തിലാവുക, അന്ന് 1970 എഗ്രിമെൻ്റ് പുതുക്കിയപ്പോൾ ഇന്നത്തെ കേരളത്തിലെ എല്ലാ പാർട്ടിയുടെയും നേതാക്കളും മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ഉൾപ്പെടെ മണ്ടത്തരവും ബുദ്ധിമോശം കാണിച്ചല്ലേ അങ്ങനെ എഗ്രിമെൻ്റ് ഒപ്പിടവോ? ഇപ്പോൾ അച്യുതമേനോൻ മരിച്ചുപോയി, അവർക്കെന്താ, മാണി സാറ് മരിച്ചുപോയി, പിന്നെ ടി.വി. തോമസ് മരിച്ചുപോയി, അവർക്കൊന്നും ഇപ്പോൾ പ്രശ്നമല്ല, ഒക്കെ ചത്ത് മണ്ണടിഞ്ഞു പോയി. ഈ വരും തലമുറയല്ലേ ഭയപ്പെട്ട് ജീവിക്കുന്നത്. അത് കരുക്കൾ നീക്കിയത്, അതിന് സാഹചര്യം ഉണ്ടാക്കിയത് ഈ മരമണ്ടന്മാരായ രാഷ്ട്രീയക്കാരല്ലേ. അതിന് ഉപോത്ബലകമായിട്ടല്ലേ ഇപ്പം വീണ്ടും വീണ്ടും ഓരോ കാര്യം വരുമ്പോൾ ഇതുപോലെ മണ്ടത്തരം കാണിക്കണത്. അല്ലെങ്കിൽ എന്തെങ്കിലും വട്ടമേശ സമ്മേളനം പോലെ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് നമുക്ക് എന്താണ് പരിഹാരം, ഇന്നലെ നാളെ ചെയ്തേ തീരൂ. അതുകൊണ്ട് പരിഹാരം കാണുന്നു ചെയ്ത് മനുഷ്യൻ സമാധാനപ്പെടുത്തണ്ടേ. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയത്, മറ്റത് മനുഷ്യൻ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത്. ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂക്കെ മനുഷ്യൻ കൊണ്ട് പരിഹരിക്കാൻ സാധ്യത ഉണ്ടായിട്ടും പരിഹരിക്കാതെ പോയി, ഇപ്പം പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാര്യം ഒരു ഡാം ഉണ്ടാക്കുക, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു ഡാം ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനമെന്ന്. എന്ത് തീരുമാനം? ആദ്യമായിട്ട് മുഖ്യമന്ത്രി ഡാമിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെങ്കിലും വയ്ക്കണ്ടേ? വച്ചോ. ഒന്നാമത് ഡാം വിദഗ്ധരായ ആൾക്കാർ ഇന്ത്യയിലില്ല. തന്നെയല്ല, കാനഡയിൽ അന്ന് സാമ്പത്തിക സഹായം ചെയ്ത് പണിത ഇടുക്കി അണക്കെട്ട്, അതാണ് കേരളത്തിൽ ഏറ്റവും വലിയ ആപത്ത്. നിങ്ങൾ അറിയണ്ടോ, ഇടുക്കി ഡാമിൽ ഇത്രയും പ്രദേശം നിറച്ച് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം സ്റ്റോക്ക് ചെയ്തതിൻ്റെ പാർശ്വഫലം എന്തൊക്കെയായിരിക്കും? നമുക്ക് വേണ്ടത് ഇത്രയും വലിയൊരു പദ്ധതിയല്ല, നമുക്ക് ചെക്ക് ഡാമുകളാണ്, ചെറിയ ചെറിയ ഡാമുകൾ. അതാണ് ആവശ്യം. ഇത്രയെല്ലാം ചെയ്ത് കിഴക്കൻ മലകൾ കംപ്ലീറ്റ് വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ടും നമുക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ 17% മാത്രമാണ് അവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. ബാക്കി 83% അന്യായ വില കൊടുത്ത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെയ്ത് വാങ്ങിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് ഉപയോഗം? എന്താ കാര്യം? മനുഷ്യനെ ഭയന്ന് കഴിയുക എന്നല്ലാതെ എന്താണ് നമുക്ക് നേട്ടം? 17%, 13 മാത്രമാണ് അവിടെ നിന്നുള്ളത്. ബാക്കിയെല്ലാം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു പദ്ധതിയാണ്. അത് തന്നെ മനുഷ്യൻ്റെ ക്ഷമയും അവൻ്റെ ആരോഗ്യത്തെയും ഒക്കെ കുഴപ്പത്തിലാക്കാല്ലേ. പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആൾക്കാർ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചില പരിമിതികളുണ്ട്, അത് നമ്മൾ സമ്മതിക്കാം, അതിനൊരു സംശയമില്ല. തന്നെയുമല്ല, ഇവിടെ അന്ധമായ പിണറായി വിരോധം കൊണ്ടോ ഇടതുപക്ഷ വിരോധം കൊണ്ടോ ഈ UDF അല്ലെങ്കിൽ മറ്റ് ഇതൊക്കെ അവരെ എതിർത്ത് പറഞ്ഞാൽ BJP മുതലെടുക്കുമെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് കേന്ദ്ര മന്ത്രിമാർ പറഞ്ഞെന്താണ്? കുടിയേറ്റക്കാർ 2-3 സെൻറ്റ് വാങ്ങി വീട് വെച്ച പാർട്ടി ശരിക്കും കാശ് കൊടുത്ത് വാങ്ങിച്ച ആധാരമുള്ള വസ്തുവാണ്. എന്നിട്ട് ആ നിരപരാധികൾ മരിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് സമാധാനപ്പെടുത്താതെ കേന്ദ്ര മന്ത്രിമാർ പറയുന്നത് കയ്യേറ്റവും കുടിയേറ്റക്കാർ. അവർക്ക് ആ ഭാഷ അറിയുള്ളൂ. നുഴഞ്ഞുകയറ്റക്കാർ, പെറ്റുപെരുകുന്നവർ, പിന്നെ പുഴുവെ പോലെ വളർന്നവർ, ഇതൊക്കെ ഭാഷയിലത്. അതാണ് അവർക്ക്, അത് ഭാഷ അവർക്ക് അറിയൂ, അല്ലാതെ സാമാന്യ ഭാഷ. അതാണ് TG മോഹൻദാസൊക്കെ ഈ അത്രയും പ്രയാസപ്പെട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അപ്പോൾ ചിരിച്ച് കളിച്ച് വണ്ടൻ കാണില്ലേ, ചിരിച്ച് കളിക്കാണ്. എത്ര ആവശ്യം അട്ടഹസിക്കാണ് വാടിൻ്റെ വിഡ്ഢികളെ. കിട്ടുന്നില്ല ശരിക്ക് പിന്നെ ചാനലിൽ കൂടെയൊക്കെ നിങ്ങൾക്കത് മനുഷ്യരാണോ അതോ ഇന്ത്യൻ്റെ സ്നേഹിക്കുന്നവരാണോ? അപ്പോൾ അതുപോലെ എന്നിട്ട് പറയാണ് കയ്യേറ്റക്കാർ കുടിയേറ്റക്കാരൊക്കെ. അതേ സ്ഥാനത്ത് അവിടെ ഹാരിസൺ ക്രോസ്ഫീൽഡ് ഇപ്പോൾ ഹാരിസൺ മലയാളമാക്കി.
ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് അവർ അവിടെ കയ്യേറിയിരിക്കുന്നത്. അത് കയ്യേറ്റല്ല. ഈ പാവപ്പെട്ട 3 സെന്റ് സ്ഥലം കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ അത് കയ്യേറ്റക്കാരാണ്. അതുകൊണ്ടാണ് അവിടെ പെടും. ഇപ്പുറത്ത് ടാറ്റ, പല കാര്യത്തിൽ ടാറ്റ നമുക്കെല്ലാം ജനങ്ങൾക്ക് അനുകൂലമാണ്, പാർസി വിഭാഗമാണ്, അവർ കുഴപ്പക്കാരല്ല, സമാധാന പ്രിയരാണ്, അതൊന്നും സംശയമില്ല. അത്യാവശ്യം കാര്യങ്ങൾ സഹായിക്കും. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ കാസർഗോഡ് അവിടെ കൊടുന്ന വലിയ ആശുപത്രിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരും കൈവശപ്പെടുത്തിക്കുന്നത് 5 ഹെക്ടർ ഭൂമി എന്നിട്ട് 13 ഏക്കറാണ്, 13 ലക്ഷം ഏക്കറാണ്. അപ്പോൾ ഇതെല്ലാം 13 ലക്ഷം ഏക്കർ, ഇപ്പോഴത്തെ 20 ലക്ഷം ഏക്കർ ഭൂമി കയ്യേറിയിരിക്കുന്ന ക്രോസ് വീലിനെ പോലുള്ള കമ്പനിക്കോ ടാറ്റയോ മാറ്റി നിർത്തി പാവപ്പെട്ട് വീട് വെച്ചു കൊടുക്കാൻ ഈ ഒരു ഗവൺമെൻറ് ചെയ്യുന്നില്ല. അത് ഈ LDF ഗവൺമെൻറ് മാത്രമല്ല, ഒരു ഗവൺമെൻറ്, ഇവരെല്ലാം കള്ളന്മാരാണ്. കക്കാൻ വേണ്ടി മാത്രം അവരിൽ നിന്ന് കോടികൾ വാങ്ങിക്കണം ഓരോ കൊല്ലത്തിലും ബഡ്ജറ്റ് ലക്ഷം വരുമ്പോൾ. 13 ലക്ഷം ഏക്കർ എത്ര ലക്ഷം കോടി രൂപയാണ് അത് ടാറ്റ കൊടുത്താൽ. തന്നെയല്ല, ടാറ്റ തേയില ഏറ്റെടുപ്പാണ് 13 രൂപ ഉണ്ടായിരുന്ന തേയിലക്ക് 25 രൂപയായി. പിന്നെ അതിപ്പോൾ കൂടി ഇപ്പോൾ 200, 300 ഒക്കെ ആയത്. അവർ ലേബൽ ഒടിച്ച് അവരിട്ട് പറയുകയെന്ന് വെച്ചു. 10 പൈസക്ക് കിട്ടിക്കൊണ്ട ഉപ്പില്ലേ, സോൾട്ട്, നമുക്ക് എന്ന് ഹിന്ദി പറയുന്നത്, ആ സോൾട്ട് ഇന്ന് കിലോയ്ക്ക് എത്രയുണ്ട്? 8, 10, 15, 16 രൂപയില്ലേ. അതും ഈ ടാറ്റ പോലെ വൻ കമ്മികൾ വന്നപ്പോഴാണ്. കൊക്കോക്കോള വെള്ളം 20 രൂപയ്ക്ക് വിറ്റ് കാശാക്കിയ വെള്ളം, അതിൻ്റെ 1 രൂപ പോലും മുടക്കില്ലാത്ത വെള്ളത്തിൽ അവർ 20 രൂപ അവർക്ക് കിട്ടില്ല, കമ്മീഷൻ പോകും. എത്ര ലക്ഷം കോടി രൂപ അവർ ഈ പാവപ്പെട്ട ഇതും, പണക്കാരിൽ വളരെ കുറച്ചേ ഉള്ളൂ, പാവപ്പെട്ടവർ കൂടി കാശ് കൂടിയാക്കി. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് എന്തും ചെയ്യാൻ പറ്റുമോ? ചിന്തിച്ചങ്ങനെ. എന്നിട്ട് 10 രൂപയ്ക്ക് വീണ്ടും വെള്ളം ഇറക്കാൻ നോക്കിയല്ലോ. ഒരാഴ്ച കഴിയുമ്പോൾ അത് തടഞ്ഞു, അതുപോലെ അവർ സ്വാധീനിച്ചിട്ട് അത് പൊളിച്ചു കളഞ്ഞു. വേണ്ട, ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഞങ്ങൾക്ക് നിരന്തരമായി സമരം ചെയ്ത്, സമരത്തിലൂടെയാണ് സിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. സിറ്റിയിൽ ഒരു വിലയാണെങ്കിൽ പഞ്ചായത്ത് വേറെ വിലയാണ്, മുനിസിപ്പാലിറ്റി വേറെ വിലയാണ്. അപ്പോൾ വില വ്യത്യാസം ഉള്ളപ്പോൾ എന്താണ് ഓരോ സ്ഥലത്തും സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടുന്നത്? അങ്ങനെ 5% ആക്കാൻ പറഞ്ഞ് നിരന്തരമായ സമരത്തിലൂടെ 5% ആക്കി കഴിഞ്ഞപ്പോൾ ഈ സർക്കാരും ഈ എഴുത്തുകാരും എല്ലാം കൂടി എന്നറിയോ, വില കൂട്ടിയില്ല, പഴയ വിലയിട്ട് മാക്സിമം വിലയിടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കുറച്ച്. അപ്പോൾ വരുമാനം 3 കുറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു ഹോട്ടലൊന്നുമില്ല. അപ്പോഴേക്കും ഗവൺമെൻറ് ഓർഡർ മാറ്റി പഴയതുപോലെയാക്കി. അങ്ങനെ നെറികെട്ട ഈ ഗവൺമെൻറ്റുകൾ, ഇത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും നേതാക്കളും പട്ടിണി പാവങ്ങളായ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്, അറിഞ്ഞു വെച്ചുകൊണ്ട്. അവർ കീശ വെറുപ്പിക്കുകയാണ്, അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ മറ്റൊരു ബംഗ്ലാദേശായിട്ട് നമ്മുടെ ഇന്ത്യ മാറും. അത് മാറാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സർവോപരി വിശിഷ്യ BJP നേതാക്കളും മനുഷ്യത്വപരമായി പെരുമാറണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.